ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഞങ്ങളുടെ ഞാൻ പറഞ്ഞ എൻ്റെ കോളേജ് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലുള്ള അതിനു മുമ്പുള്ള സ്കൂൾ മുതലുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഞങ്ങൾക്ക് തമാശകൾ പങ്കുവെക്കാൻ വേണ്ടി മാത്രം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്ന് വെച്ചാൽ അത് ഹ്യൂമർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എപ്പോൾ എവിടെ വെച്ച് കണ്ടുമുട്ടിയാലും ഒരുപാട് ഹ്യൂമർ ഷെയർ ചെയ്യുന്നവരാണ്. അത് പല റേഞ്ചിലുള്ള ഹ്യൂമറുണ്ട്. അതിൽ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സ് ആ സമയത്തുള്ള സ്കൂളിൽ പഠിച്ച കുറേ ആളുകളുണ്ട്. എല്ലാവരും ഇത്തരം തമാശകളുടെ രാജാക്കന്മാരാണ്. അപ്പൊ ഞങ്ങൾ തമ്മിൽ കൂടുമ്പോൾ വലിയ ആഘോഷമാണ്. അപ്പൊ അത് ഒരു എന്താ പറഞ്ഞാൽ എനിക്ക് ഒരു 10-12 വയസ്സ് മുതലേ ഉള്ള ഞങ്ങളുടെ ഒരു ശീലമാണ്. അതിപ്പോഴും തുടരുന്നുണ്ട്. ആ ഗ്രൂപ്പ് അതേപോലെ സജീവമായിട്ട് വാട്സപ്പ് വന്നിട്ട് ഇത്ര വർഷമല്ലേ ആയുള്ളൂ. അന്ന് മുതലേ ആ ഗ്രൂപ്പ് ഇങ്ങനെ സജീവമായിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പ് കൊണ്ടുപോകുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ മ്യൂസിക്കിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവരെല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തമാശകൾ, സംഗീതത്തിലുള്ള തമാശകൾ മാത്രമല്ല, ജനറലി മറ്റുള്ളവരെ കൂടുതലവരെ എനിക്ക് തോന്നുന്നു സുധിപട്ടൻ കുറെ പേര് ഇങ്ങനെ ലുക്സും ആ മാനേഴ്സ് ഒക്കെ നോക്കി അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യണത്. അത് നമ്മുടെ കൂടുതലുള്ള പാട്ടുകാരെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. സിംഗേഴ്സിനെ, മ്യൂസിക് ഡയറക്ടേഴ്സിനെ, എഴുത്തുകാരെ, അങ്ങനെയുള്ള പലരുടെയും മാനറിസങ്ങളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ അത് എല്ലാവരും എൻജോയ് ചെയ്ത്. അങ്ങനെ എനിക്ക് പൊതുവേ ഈ ഒട്ടും സീരിയസ് ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ സീരിയസ് ആയ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ഇരിക്കാറുണ്ടെങ്കിൽ പോലും എപ്പോഴും കാര്യങ്ങൾ പറയുന്നതിലും അവതരിപ്പിക്കുമ്പോഴും അത് വളരെ ലൈറ്ററായിട്ട് അവതരിപ്പിക്കാനും ഒട്ടും ഈ പ്രഷർ ഇല്ലാതെ ജീവിതത്തിൽ അധികം പ്രഷർ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നല്ല കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അതിനൊരു ബോധപൂർവമായിട്ട് കോമഡി ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല.